ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ നിന്ന് ഐവിക്ക് പോവാണ്. അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. 12:15 ട്രെയിന്. അപ്പോൾ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നിച്ച് ട്രെയിനിൽ കയറാനായിട്ട് പോവുകയാണ്. അങ്ങനെ 12:15 എല്ലാവരും ട്രെയിനിൽ കയറി. ട്രെയിൻ സ്റ്റാർട്ടായി. ഏകദേശം ഒരു 2 ദിവസത്തോളം നമുക്ക് ട്രെയിനിൽ ട്രാവൽ ഉണ്ടായിരുന്നു. എല്ലാവരും ട്രെയിനിൽ കയറി എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഐവിക്ക് പോകുന്ന എവിടെയെന്ന് വെച്ചാൽ മണാലിയിലാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരും മുഖത്തുകൊണ്ട്, പിന്നെ ഒന്നിച്ചുള്ള ട്രിപ്പ്, പിന്നെ മെമ്മറി ആയിട്ട് ഓർത്ത് വയ്ക്കാനൊക്കെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് എല്ലാവരും നല്ല വൈബും കോമഡി പറച്ചിലും കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഐവിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ നമുക്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡും ജാമും ചപ്പാത്തി ഇതൊക്കെ തന്നെയാണ് 2 ദിവസവും ട്രെയിനിൽ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ട്രെയിനിൽ ഫുഡ് അധികം വാങ്ങിച്ചില്ല. നമുക്ക് എങ്ങനെയാണ് ഫുഡ് നന്നായിരിക്കുമോ അല്ലേ എന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മൾ ബ്രെഡും ജാമും തന്നെയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ഫുഡെല്ലാം ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണിത്. അങ്ങനെ ഒരു സ്റ്റേഷൻ എത്തിയപ്പം നമ്മളെ ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അവരുടെ ഡാൻസിൻ്റെ റീലെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നോക്കുന്നു ഇവന്മാർ ഇതെന്തോ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവന്മാർ പ്രാക്ടീസൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എന്തോ വലിയ പണിയിലാണ്. നല്ല ട്രൈപ്പോടെ പൊടിക്കും. ഒരുമിച്ച് ഒരു നമ്മളെപ്പോഴും അമ്മ രൂപം വരും. നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പുറപ്പെട്ട് അങ്ങനെ 2 ദിവസത്തെ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങി. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലഗേജുകളായിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ക്ലാസ്സിലുള്ള 4 ഗേൾസും നമ്മൾ ഒരു റൂമിലായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ളൊരു കട കണ്ടുപിടിച്ച് നമ്മൾ കടയിൽ പോയി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഏകദേശം നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് വന്നു. എല്ലാവരും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് നമുക്കടുത്ത് കറങ്ങാനെല്ലാം പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇരുന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ആഗ്രയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആഗ്രയിലുള്ള ഷോപ്പിങ്ങിനായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവിടെ പോകാനായിട്ട് എല്ലാവരും റെഡിയായി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ കടയിലൊക്കെ ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ എല്ലാവരും മെട്രോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ മെട്രോയിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ മെട്രോ വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കളിക്കുവാണ്. അങ്ങനെ നമ്മൾ അതിന് മെട്രോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഷോപ്പിങ്ങിനാണ് പോയത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെയൊക്കെ നല്ല റോബറി ഉണ്ട്. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എൻ്റെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ അവിടെ നിന്നും വ്ളോഗ് എടുത്തില്ല. ഇത് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മെട്രോയിൽ വരാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു.
അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയായി. നമ്മൾ ആ ദിവസം രാവിലെ 5 മണിയായപ്പോഴത്തേക്ക് തന്നെ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാരണം 10 മണിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ നല്ല റഷായിരിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അവിടെ പോയി മറ്റേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താജ്മഹലിനകത്ത് കയറി. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുവാണ്. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അകത്ത് വേറെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. പിന്നെ നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് പോകണമായിരുന്നു. കാരണം ആഗ്ര ഫോർട്ടൊക്കെ കാണണം. അപ്പം താജ്മഹലിനുള്ളിൽ കയറാൻ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂയിലായിപ്പോയാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തിരിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ താജ്മഹലിൻ്റെ അകത്ത് കയറിയില്ല. അതിനുശേഷം നമ്മൾ ആഗ്ര ഫോർട്ടിൽ പോയി. ആഗ്ര ഫോർട്ട് അടിപൊളിയായിരുന്നു. ഈ റെഡ് കളർ സ്റ്റോൺ വന്നിട്ട് നല്ല തണുപ്പാണ്. നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല തണുത്തിട്ടാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും എല്ലാവരുമായിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആഗ്ര ഫോർട്ടിനകത്തുനിന്ന് നേരെ ഈ ഒരു വിൻഡോയ്ക്ക് കൂടെ നോക്കുമ്പോൾ നമുക്ക് നേരെ താജ്മഹൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഒരു 16 മണിക്കൂർ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ മണാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് തന്നെ കാണുന്ന ഫോഗാണിത്. അത്രയും തണുപ്പായിരുന്നു. തണുപ്പ് കൂടിയിട്ട് നമ്മൾ സ്വെറ്ററും ഗ്ലൗസും ഒക്കെ എടുത്തിട്ടിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. അത്രയും നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അത്ര തണുപ്പാണ്. അങ്ങനെ നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്ന ഹോട്ടലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പം കാണുന്ന വ്യൂ ആണിത്. ഇവിടെ നമുക്ക് സ്നോ ഒന്നും കാണാനായിട്ട് പറ്റില്ല. കാരണം കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമുക്കവിടെ സ്നോ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മളിത് രാവിലെ ഒരു 7:15 ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ലഗേജ് എടുത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ നമുക്ക് സ്നോ നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ 7:15 എത്തിയതാണ്. അപ്പോൾ 10 മണി വരെ അവിടെ നിന്ന് ബോറടിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നിന്ന് കുറച്ച് നേരമൊക്കെ വന്നു. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് റോഡിലേക്കൊക്കെ ഇറങ്ങി നമ്മൾ അവിടുത്തെ കടകളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്നാണ് ആ മേളിലത്തെ സ്നോ ഇങ്ങനെ ഉരുകി ഈ വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പുറത്തെല്ലാം കുറച്ച് നടന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പം നമുക്കുള്ള റൂം വേക്കൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഈ റൂമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് സ്നോ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന ഒരു വ്യൂ ആണ്. അത് അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മൾ ഈ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ സ്വെറ്ററും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ചെരുപ്പിടാതെ തറയിൽ ചവിട്ടാനായിട്ട് പറ്റില്ല. അത്രയും തണുപ്പാണ് തറ ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് താഴെ നോക്കുമ്പം അവിടുത്തെ വീടുകളും ഹോട്ടൽസും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് ഈ പർച്ചേസിനായിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് നമ്മൾ ടെമ്പോയിൽ നമ്മൾ പർച്ചേസിന് പോവുകയാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് കടകളിലേക്ക് കയറി. അങ്ങനെ ഞാനും കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ രാത്രിയായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ടോ ഗൈസ്? യെസ്. നമ്മളപ്പം എവിടെ പോകുന്നു? റോട്ടം ബസ്സിൽ പോകുന്നു. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളിതേ വണ്ടി തിരിച്ച് നേരെ സ്നോ കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ റോത്തം പാസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയാണ് സ്നോ ഉള്ളത്. അപ്പം നമ്മൾ സ്നോ കാണാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം പോകുന്ന വഴിക്ക് നമുക്കൊരു കടയിൽ ഇറക്കി ഫുഡ് വല്ലതും കഴിക്കണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞു. കാരണം മേളിലോട്ട് മല കയറും തോറും അവിടെ ഒന്നും കടകളൊന്നുമില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അതുവരെയും നമുക്ക് വിശക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ എല്ലാവരും അവിടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ബസ്സിൽ കയറിയിട്ട് എല്ലാവരും ഡാൻസും വൈബും ഒക്കെ ആയിട്ട് ചില്ലായിരുന്നു.